Hello guys, welcome back to BioShots. അപ്പോൾ നമ്മൾ CSIR പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ്റെ ഒരു സീരീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റൈബോസോംസ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറ്റാച്ച്മെൻറ്റ്. പൊതുവേ CSIRൻ്റെ ഹോട്ട് ടോപ്പിക്കാണിത്, റൈബോസോം അറ്റാച്ച്മെൻറ്റ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഇത് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വന്നിരിക്കും. അപ്പോൾ ഇത് 2025 വന്ന സ്റ്റൈൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ? റൈബോസോംസ് അറ്റാച്ച് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വയ. അപ്പോൾ ഈ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് മുഖേനയാണ്, എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഉത്തരം കിട്ടുമോ നോക്കിയേ, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയേ. നിങ്ങളൊന്ന് ഉത്തരം ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്ക് ഓരോരോ ഓപ്ഷൻസ് വീതം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഡിഫറിംഗ് സർഫസ് റൈബോസോമൽ പ്രോട്ടീൻ കോമ്പോസിഷൻ ദാറ്റ് അലൗ ഇറ്റ് ടു ഇന്ററാക്ട് വിത്ത് ദി പോളാർ ഹെഡ് ഗ്രൂപ്പ്സ് ഓഫ് ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡ് ബൈലെയർ. നമ്മൾ മെംബ്രെയിനിലെ ലിപ്പിഡ് മെംബ്രെയിനിൽ ഈ പറയുന്ന റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടാണ് മെയിൻലി എങ്ങനെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്യണം. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ലിപ്പിഡ് ബൈലെയർ ഇല്ലേ, അവിടെ ഈ ലിപ്പിഡും RNAയും തമ്മിലുള്ള റൈബോസോമും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ വഴിയിട്ടാണ് അറ്റാച്ച് ചെയ്യണേന്നാൽ അല്ല. പൊതുവെ നമ്മൾ ആ ഒരു പ്രോട്ടീൻ ലിപ്പിഡ് ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിലും ദാറ്റ് ഡസൻ എക്സ്പ്ലെയിൻസ് സെലക്റ്റീവ് ടാർഗറ്റിംഗ് വഴിയിട്ടൊന്നുമല്ല, പെർമിബിലിറ്റി വഴിയിട്ടൊന്നുമല്ല ഈ റൈബോസോം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ അത് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ എന്താ? 5' untranslated region of mRNA being translated that directs the localization of the ribosomes to endoplasmic reticulum. നമ്മുടെ mRNAയിൽ ചില അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് തുടക്കം കാണുന്നുണ്ട് അല്ലേ? നമുക്കറിയാം ഈ UTR റീജിയൻസ് ആണ് ട്രാൻസ്ലേഷൻ്റെ ഇനീഷ്യേഷൻ ഭാഗങ്ങളിലെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്. mRNA സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റെഗുലേഷൻ ഒരു പാർട്ട് ചെയ്യുന്നത് ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ആണ്. അപ്പോൾ പക്ഷേ ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ അല്ല എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു റൈബോസോമിനെ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതും തെറ്റാണ്. തേർഡ് ഒന്ന് നോക്കിയേ. തേർഡ് എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റഡ് നേസൻ ചെയിൻ വിച്ച് ക്യാരീസ് എ സിഗ്നൽ അലൗയിങ് ഇൻട്രാക്ഷൻ വിത്ത് ദി SRP റെസെപ്റ്റർ ഓൺ ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ SRP റെസെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക, റൈബോസോംസിനെ 2 സബ് യൂണിറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. നമ്മുടെ പ്രോട്ടീൻ ആദ്യമേ ഉണ്ടായി തുടങ്ങുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു റീജിയൻ ഫോം ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് കൂടി ചെന്നിട്ടുള്ളൊരു റീജിയൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സിഗ്നൽ റെക്കഗ്നേഷൻ പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ SRP, സിഗ്നൽ റെക്കഗ്നേഷൻ പാർട്ടിക്കിൾ എന്നാണ് ആ ഒരു ഇനീഷ്യൽ ഭാഗത്തിന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്താണ്? SRP റെസെപ്റ്റർ ഉണ്ട്. അപ്പോൾ ആദ്യമേ ഫോം ചെയ്ത ഈ SRP പ്രോട്ടീൻസ് വന്ന് റെസെപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ പറയുന്ന റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരം എന്താണ്? കറക്റ്റ്, ഇതാണ് ഉത്തരം ഈ ക്വസ്റ്റ്യൻ്റെ. നമുക്കൊരു ഫോർത്ത് ഓപ്ഷൻസോട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. Tethered mRNAs that interact with the rRNA. പൊതുവേ നമ്മുടെ mRNAയും rRNAയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് അല്ലേ? നമ്മൾ പൊതുവേ സ്പെസിഫിക്കലി rRNA mRNA ബൈൻഡ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ഈ ഒരു ടെതറിങ് കാരണമല്ല ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്. SRP പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്ത് SRP റെസെപ്റ്ററിൽ വരുമ്പോഴാണ് മെയിൻലി റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. SRP ഇനി എങ്ങനെ വന്നാലും അടുത്ത CSIRന് നിങ്ങൾ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിക്കണം. സോ ദാറ്റ്സ് ഓൾ. സ്റ്റേ ട്യൂൺഡ് ഫോർ more previous year questions and more concept. Thank you.